ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇടുന്നത് കൊണ്ട് ഇതിനകത്ത് കുറേ തെറ്റുറ്റങ്ങളും കുറേ പരിമിതികളൊക്കെ കടന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറേ തെറ്റുറ്റങ്ങളും ഒക്കെ കാണും, നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മൂത്തനിങ് ജേർണിയാണ്. അതായത് എൻ്റെ മുടി സ്മൂത്തനിങ് ചെയ്ത് എനിക്കുണ്ടായ അനുഭവങ്ങളും അതേപോലെ തന്നെ എനിക്കുണ്ടായ മിസ്റ്റേക്കുകളും ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് മുടി സ്മൂത്തനിങ് ചെയ്യാൻ പോകുന്നവരും അതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആകുമെന്ന് ഞാൻ കരുതുന്നു. ആദ്യം തന്നെ ഞാൻ എൻ്റെ മുടി എങ്ങനെയുള്ള സ്ട്രക്ചർ ആയിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മുടിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഫോട്ടോസൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഉള്ള ഫോട്ടോസ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ലെങ്ത്തും നല്ല രീതിയിൽ ഗ്രോത്തും ഉള്ളൊരു മുടിയായിരുന്നു എൻ്റെത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൂക്ഷിക്കുന്നതേ ഇല്ലായിരുന്നു. നല്ല രീതിയിൽ പോലും ഞാനത് കെയറിങ് കൊടുത്തിട്ടില്ല എൻ്റെ മുടിക്ക്. എന്നിരുന്നാൽ പോലും എങ്ങനെയൊക്കെയോ വളർന്നു പോയ മുടിയാണ് എൻ്റെത്. അപ്പോൾ ഇപ്പം കുറേ ആളുകൾ നമ്മുടെ മുടിയിൽ ഗ്രോത്ത് വെക്കാനായിട്ടും അതേപോലെ ലെങ്ത്ത് വെക്കാനായിട്ടും ഒക്കെ കുറേ എണ്ണകളും ഒക്കെ വാങ്ങി തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് സുലഭമാണല്ലോ നമ്മുടെ ഓൺലൈനിലാണെങ്കിലും അല്ലാതാണെങ്കിലും ഒക്കെ ഇപ്പോൾ നമുക്ക് മുടി വളരുന്നതിൻ്റെ കുറേ എണ്ണകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ മുടിയുടെ ഗ്രോത്ത് ഒക്കെ മെയിൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമാണ്. നമുക്ക് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് നമുക്ക് നമ്മുടെ മുടി വളരാൻ ഉള്ള ഹോർമോൺ കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി കിളിച്ചിരിക്കും. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ്, ഞാൻ ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള ഒരു പക്ഷേ നമുക്ക് മുടി ഉള്ളവർ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെ ഒരു റിസൾട്ട് കിട്ടും. അതായത് നമ്മുടെ മുടി ഗ്രോത്ത് ഉണ്ടാകുന്ന മുടിയാണ് അല്ലെങ്കിൽ മുടി കിളിക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മുടി കിളിക്കുന്ന എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പം ചിലപ്പം നല്ലൊരു റിസൾട്ട് കിട്ടിയെന്നിരിക്കും. കാരണം നമ്മുടെ മുടിയുടെ ഭാവി നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ജനറ്റിക് ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ പാരമ്പര്യമാണ്. ഇപ്പം പാരമ്പര്യമായിട്ട് നെറ്റ് കയറിയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ചിലപ്പം അത് കിളിക്കാൻ പോകണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. അല്ലാതെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് അത് സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എൻ്റെ മുടിയുടെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ലെങ്തും അതേപോലെ തന്നെ നല്ല ഗ്രോത്തും ഒക്കെ ഉള്ള മുടിയായിരുന്നു. അപ്പോൾ ഞാനതിന് ഒരു രീതിയിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിപാലിച്ചിട്ടില്ല. തോന്നുമ്പം അതും ജാസ്മിൻ്റെ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയായിരുന്നു ഞാൻ തേക്കുന്നത്. കാരണം വേറെ എണ്ണയൊക്കെ തേക്കുമ്പോൾ എനിക്ക് അതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കാത്തതുകൊണ്ട് ആ ഒരു എണ്ണ ഞാൻ തേക്കുമായിരുന്നു. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കെയറിങ്ങും ഇല്ലായിരുന്നു. ഒരു രാത്രി കെട്ടിവെക്കൽ പോലും ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയല്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ മുടി സ്മൂത്തനിങ് ചെയ്യണം എന്നുള്ളത്. അത് നമ്മുടെ ഈ ഫിലിമിലും അതേപോലെ തന്നെ ഒക്കെ ഓരോ പ്രോഗ്രാമിലൊക്കെ ഓരോരുത്തരൊക്കെ മുടി സ്മൂത്തനിങ് ഒക്കെ ചെയ്തോ കണ്ടുവരുന്ന കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നുന്നു നമ്മുടെ മുടി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയായിരുന്നു. പക്ഷേ ഞാനതങ്ങ് മണ്ണിട്ട് കുഴിച്ച് മൂടിയിരുന്നു. കല്യാണത്തിന് മുമ്പ് അത് എന്തായാലും നടക്കത്തില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം ആരും സമ്മതിക്കത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ബ്യൂട്ടീഷ്യനായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ലഡു പൊട്ടി, എന്തായാലും ഹസ്ബൻഡിൻ്റെ ഉമ്മ സമ്മതിക്കാതിരിക്കല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ സ്മൂത്തനിങ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് എത്തി. പക്ഷേ ഞാൻ മുടി സ്മൂത്തനിങ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ഹസ്ബൻഡിൻ്റെ ഉമ്മയോട് സംസാരിച്ചപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഒരു കാരണവശാലും എന്നെ സമ്മതിച്ചില്ല. കാരണം ഹസ്ബൻഡിൻ്റെ ഉമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാവുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞു, നമ്മളത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ്, അത് നീ ചെയ്യേണ്ട, നിന്റെ മുടിയുടെ ഗ്രോത്ത് പോകും, നിന്റെ മുടി ഡാമേജ് ആയി പോകും, അതൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അല്ല, നീ ഇത് ചെയ്യേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. നീ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുക, അല്ലാതെ ഇത് നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ആഗ്രഹം ഇങ്ങനെ മനസ്സിട്ട് ഉടലിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു സ്മൂത്തനിങ് ചെയ്യുന്നതിനെ പറ്റി. പക്ഷേ എൻ്റെ ആഗ്രഹം ഇങ്ങനെ നിൽക്കണതുകൊണ്ടും ഞാനിങ്ങനെ വാശി പിടിച്ചുകൊണ്ടും അവർ എന്തായാലും ഓക്കെ പറഞ്ഞു. അപ്പോൾ അതുവരെ സാധാരണ എല്ലാവർക്കും ഞാൻ കേട്ടിട്ടുണ്ട്, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുടിയുടെ ഗ്രോത്ത് പോകുന്നതും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് 2 ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ മുടിയിൽ ഒരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ലായിരുന്നു. എനിക്കിന്ന് കുറച്ചും കൂടെ ഗ്രോത്തോട് കൂടി വളർന്നതല്ലാതെ എൻ്റെ മുടിയിൽ ഒരു മാറ്റങ്ങളും എനിക്ക് സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ സ്മൂത്തനിങ് ചെയ്യുന്ന കാര്യം ഞാൻ അങ്ങനെ വാശിയൊക്കെ പിടിച്ചു. എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്തു. ഞാനത് അവസാനം അത് ചെയ്യാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തി. ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് അറിയാവുന്ന ഒരു ഷോപ്പിലായിരുന്നു ഞാൻ സ്മൂത്തനിങ് ചെയ്യാനായിട്ട് പോയിരുന്നത്. അപ്പോൾ അവിടെ സ്മൂത്തനിങ് ചെയ്യാനായിട്ട് പോയപ്പോൾ അന്ന് എനിക്ക് എൻ്റെ കുട്ടി ഒരു 5 മാസമൊക്കെ ആയതേ ഉള്ളായിരുന്നു. മോളെ ഫീഡ് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രായമേ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവൻ്റെ ഹെയർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഹെയർ കുറച്ച് ലെങ്ത് കൂടുതൽ. അപ്പോൾ ഒരു സ്റ്റാഫേ ഉള്ളായിരുന്നു അവിടെ. അപ്പോൾ ഹെയറിന് കുറച്ച് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ഇത്രയും ലെങ്തിൽ നമുക്ക് ചെയ്ത് വരുമ്പോൾ കുറേ താമസം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു സ്റ്റാഫേ ഉള്ളൂ. അപ്പം അത്രയും നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ ലേറ്റ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉമ്മായും കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതും പറ്റിയില്ല. അപ്പോൾ പറഞ്ഞു ഇത് കുറേ എന്താ പറയുക കുറേ ലേറ്റ് ആകും. അപ്പോൾ കുട്ടി ഫീഡ് ചെയ്യുന്നതൊക്കെ അല്ലേ, അപ്പോൾ കുട്ടിയെ നമുക്ക് എപ്പോഴും എടുത്ത് ഈ ക്രീമൊക്കെ തേച്ച് വെച്ചിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് കെമിക്കൽ ആയതുകൊണ്ട് കുട്ടിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ഹെയർ കട്ട് ചെയ്തോട്ടെ എന്നോട് ചോദിച്ചു. ഞാൻ കരുതി എന്താണ് ഹെയർ കുറച്ച് അതിൻ്റെ ഒരു ലെവൽ കട്ട് ചെയ്യുക. അപ്പോൾ അവരെന്നേരം പറഞ്ഞു ഹെയർ കുറച്ചും കൂടെ ഇത് ഒരു ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം ഹെയർ കുറച്ചൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു ഭംഗിയായിട്ട് സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിടുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് കുറച്ചൊരു ലെങ്ത് കുറച്ചൊന്ന് കുറയ്ക്കത്തേ ഉള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ പുള്ളിക്കാരി, അപ്പോൾ നമ്മൾ തിരിഞ്ഞിരിക്കില്ല, നമുക്കറിയില്ലല്ലോ, ആ പുള്ളിക്കാരി ഹെയർ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നില്ല, ഞാൻ അത് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അങ്ങനെ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ സത്യം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലയിൽ ഇത്രയും മുടി ഉണ്ടായിരുന്നോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഇവിടെ ഞാൻ അതിൻ്റെ ഹെയർ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ ഞാനിവിടെ ഇട്ടേക്കാം.
അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പം ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ആ ചേച്ചി പറഞ്ഞു നിന്റെ മുടി അധികം, അപ്പോൾ എൻ്റെ മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് കേളായിട്ട് കിടക്കുന്ന മുടിയായിരുന്നു എൻ്റെത്. ഒരു ചുരുൾച്ചയോ ഒന്നും ഇല്ലാത്ത മുടിയായിരുന്നു അപ്പോഴത്തത്, ഇപ്പോഴത്തെ അല്ലോട്ടോ അപ്പോഴത്തത്. അപ്പോൾ ഹെയർ കട്ട് ചെയ്തപ്പോഴും പറഞ്ഞു ഈ ഒരു കട്ടിങ് രീതി തന്നെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോകും. അപ്പോൾ കട്ടിങ് ചെയ്യുമ്പോൾ കട്ടിങ് ചെയ്ത് ഇത് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് വലിയ ചുരുൾച്ചകളോ സ്മൂത്തിനിങ് ചെയ്യേണ്ട ഒരു സാധാരണ മുടി നല്ല കേളായിട്ട് ഇരിക്കുന്നവരൊക്കെയാണ് സ്മൂത്തിനിങ് ചെയ്യുന്നത്. അപ്പോൾ സ്മൂത്തിനിങ് ചെയ്യേണ്ട ഒരു ഇതായിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് മുടി അത്രയും എൻ്റെ അതായത് ലെങ്ത് പോയി, അത്രത്തോളം എൻ്റെ ലെങ്ത് പോയപ്പോൾ എനിക്കൊരു വിഷമം. കാരണം സ്മൂത്തിനിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലെങ്ത് കിട്ടുമല്ലോ. ഇത്രയും ഹെയർ പോയെന്ന് അറിയുമ്പോഴത്തേക്കും എന്നെ കൊല്ലും, എന്നെ വധിക്കും, എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി ഇത് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ സ്മൂത്തിനിങ് ചെയ്തു. അപ്പം സ്മൂത്തിനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, കാരണം കുറേ ടൈം എടുത്തായിരുന്നു ചെയ്യാനായിട്ട്. അങ്ങനെ സ്മൂത്തിനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പറഞ്ഞു ഇതൊരു ഡിസോർഡറിങ് സ്റ്റൈലിലാണ് കിടക്കുന്നത്, ഇതൊന്നും കൂടെ നമുക്ക് ലെവൽ ചെയ്യാമെന്ന്. പിന്നെ എന്തായാലും വന്നു ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയി, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അത് വീണ്ടും ലെവൽ ചെയ്തു. വീണ്ടും നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് കുറഞ്ഞു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുക്കലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ കിടക്കണത് ഇന്ത്യക്കിടതോ. കാരണം അവരിന് ഒരുപാട് വഴക്കുറഞ്ഞു, അത്രയും ലെങ്ത് പോയിട്ടുണ്ട്. ഇത്രയും നമുക്ക് സ്മൂത്തിനിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി എത്ര ഗ്രോത്ത് ആയിട്ടുള്ള മുടിയാണെങ്കിലും ഈ സ്മൂത്തിനിങ് ചെയ്യുമ്പോൾ ആ ഗ്രോത്ത് വളരെയധികം ചുരുങ്ങും. കാരണം നമ്മുടെ മുടിയുടെ ഉള്ളു കുറഞ്ഞതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റി നല്ല രീതിയിൽ കയറിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്മൂത്തിനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വൃത്തിയിലായിരിക്കും. എനിക്ക് ഒരു വിധമൊക്കെ എൻ്റെ നെറ്റി കുറച്ച് കയറിയതായിരുന്നു. ഇപ്പോഴാണ് എനിക്കിവിടെ കുറച്ച് ബേബി ഹെയർസ് ഒക്കെ വരുന്നത്. അപ്പോൾ സ്മൂത്തിനിങ് ചെയ്തപ്പോഴത്തേക്കും കുറേ നെറ്റി ഇങ്ങനെ മുകളിലോട്ട്, അതായത് നമുക്ക് ചരിച്ച് മുടിയിടാം, പക്ഷേ ബാക്കിലോട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ചുമ്മാ ബാക്കിലോട്ട് ചെയ്യാൻ തന്നെ ഇവിടെ ഇത്രയും ഒരുമാതിരി വൃത്തിയായിട്ട ഒരു രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ ഈ സ്മൂത്തിനിങ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2 ഡേയ്സിന് ശേഷം നമ്മൾ സ്പാ ചെയ്യണം. കാരണം സ്പാ ചെയ്താലേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കെമിക്കൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അത് മാറണമെങ്കിൽ സ്പാ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ സ്മൂത്തിനിങ് ചെയ്തത് എന്നെ വളരെയധികം കഷ്ടപ്പെട്ടാണ്. ഞാൻ പറഞ്ഞ കുട്ടി ഫീഡ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഫീഡിങ്ങും അതും ഇതും എല്ലാം കൂടെ കൺട്രോൾ ചെയ്ത് പോകാൻ. അപ്പോൾ സ്പായുടെ ടൈമും കുറച്ച് ടൈം എടുക്കുമല്ലോ, അത് വെച്ചിട്ട് ഞാനതങ്ങ് മടിച്ചു. സത്യം പറഞ്ഞാൽ ഞാനത് മടിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ പോയില്ലായിരുന്നു. ഞാൻ പിന്നെ വേറെ ഒരു പ്രൊട്ടക്ഷനും ഞാനതിന് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 ഡേയ്സ് നമുക്കിത് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് 3 ഡേയ്സ് വരെ നമ്മുടെ ഹെയർ വാഷ് ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഹെയറിൽ ഓയിലൊന്നും തേക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ അതായത് മുടിയുടെ സ്ട്രക്ചർ മാറിപ്പോൾ, അതുകൊണ്ട് മുടി നമ്മൾ പൊക്കി വെച്ച് കെട്ടാനോ അല്ലെങ്കിൽ മുടി ആ 3 ഡേയ്സ് കണ്ടിന്യൂസ് നമ്മൾ അയച്ചിട്ട് മാക്സിമം നിങ്ങൾ ലൈഫ് ലോങ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മാറുന്നതിന് വരെ നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ടോളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതൊന്നും അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലായിരുന്നു. കാരണം എനിക്ക് ഈ രാത്രി ഉറങ്ങാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി ഇങ്ങനെ അഴിച്ചിട്ട് കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുട്ടി ഫീഡ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ മുടി അഴിച്ചിട്ടൊക്കെ ഫീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെയ്യാതിരിക്കുക, കാരണം എന്തും പറ്റും. പക്ഷേ തല നനയ്ക്കാതുള്ള ഒരു കുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ ഓയിൽ അത് അക്സെപ്റ്റ് ചെയ്യായിരുന്നു, കാരണം ഓയിൽ തേക്കേണ്ട അത് വിഷയമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം ഞാൻ കണ്ടിന്യൂ ചെയ്തു പോയി. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യണം, അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ലോറിയലിൻ്റെ പറഞ്ഞു. ഞാനങ്ങനെ ലോറിയലിൻ്റെ ഷാമ്പും കണ്ടീഷണറും ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലോക്കലായിട്ടുള്ള ഒരു ഷാമ്പും നമ്മുടെ ഇതിൽ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം ആ ഒരു സ്ട്രക്ചർ പെർമനന്റ് സ്മൂത്തിനിങ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ അത് ആ ഒരു സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്നത് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്പാ എന്ന് പറയുന്ന സംഭവം മാത്രമേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആദ്യത്തെ ഒരു 3 ഡേയ്സ് ഒക്കെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. ഒരു 1 വീക്ക് 2 വീക്കിന് ശേഷം ആണ് കഥ തുടങ്ങിയത്. കാരണം ഒരു 2 വീക്കിന് ശേഷം പിന്നെ നമ്മൾ എപ്പോൾ നമ്മുടെ ഹെയർ ഈരിയാലും നമ്മുടെ തലയോട്ടിയിൽ നിന്ന് മുടി ഇങ്ങനെ ഊർന്നു വരുമല്ലോ, അതായത് നമ്മുടെ തലയോട്ടിയിൽ നിന്ന് മുടി ഊരി വരുന്ന രീതിയിൽ പൊട്ടിയല്ല പോകുന്നത്, മുകളിൽ നിന്ന് ഇങ്ങനെ പിഴുതായിരുന്നു മുടി പോകുന്നത്. ഞാൻ എവിടെ പോയി നിന്നാലും ഞാൻ അവിടെ നിന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഈവൻ ഒരു ചോറിനകത്ത് ഒരു മുടി കിടന്നാലും അത് എൻ്റെ മുടിയാണെന്ന് അറിയാൻ പറ്റുമായിരുന്നു. കാരണം അത്രയും നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ ഇങ്ങനെ ഒരു ലെങ്ത്തിൽ കിടക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റും. നമ്മൾ എവിടെ പോയി നിന്നാലും നമ്മുടെ മുടി ഇങ്ങനെ ഊരി പിഴുത് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ ഈ ആഴ്ചകൾ കഴിയും തോറും എൻ്റെ മുടി നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കാരണം നല്ല രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഒരുമാതിരി സത്യം പറഞ്ഞാൽ ഞാനൊരു ഡിപ്രഷൻ പോലെ ആയിപ്പോയി. കാരണം അത്രയും മുടിയുള്ള ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട്, അത് മുടിക്ക് ഒരു ഡാമേജോ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മുടിയായിരുന്നു. എൻ്റെ അഹങ്കാരം കൊണ്ടും ആഗ്രഹം കൊണ്ടും ഞാനത് സ്മൂത്തനിങ് ചെയ്ത് ഞാനായിട്ട് എനിക്ക് ആരോടും ഒന്ന് പറയാൻ പോലും വയ്യ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചീത്ത വിളിക്കാൻ ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞതുമില്ലായിരുന്നു. പക്ഷേ ഹെയർ ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടി പിഴുത് വരുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ഇത് ചെയ്ത കുറച്ച് ഫ്രണ്ട്സും അറിയാവുന്ന കുറച്ച് പേരോട് ഞാനിതൊന്ന് ഷെയർ ചെയ്തു. എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ സ്പാ ചെയ്തും ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്തും ഇതെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോയവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. കാരണം മുടിയിൽ ഹെയർ ലോസ്, കാരണം കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇനി എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും, ഇനി എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്തെന്നുള്ള എന്തെല്ലാം പ്രോട്ടീൻ ചെയ്തെന്ന് പറഞ്ഞാലും സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ലോസ് നല്ല രീതിയിൽ ഉണ്ടാക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുടിയുള്ളവർ, അതായത് നല്ല ലെങ്തും ഗ്രോത്തും ഒക്കെ ഉള്ള മുടിയുള്ളവർ ദയവ് ചെയ്ത് ഈ ഒരു പരിപാടിക്ക് പോകാതിരിക്കുക. അഥവാ നിങ്ങൾക്ക് സ്മൂത്തനിങ് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് സ്മൂത്തനിങ് ചെയ്യുക. അതാകുമ്പോൾ വലിയ പ്രശ്നം വരില്ല, നമുക്കൊരു സ്മൂത്തനിങ് എഫക്റ്റും കിട്ടും. അതേപോലെ തന്നെ നമുക്കിത് കൺട്രോൾ, അതായത് സ്ട്രക്ചർ ഒരു
ഒരു ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ, അതായത് സ്ട്രൈറ്റ് ആയിട്ട് കിടക്കണ മുടിയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്മൂത്തനിങ് ചെയ്ത് ആ മുടിയുടെ ക്വാളിറ്റി കളയാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുകൊണ്ടുണ്ടായ എനിക്ക് ആകെ ഉണ്ടായ കുറച്ച് പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പട്ടിഷോ കാണിച്ച് നടക്കാൻ പറ്റി. മുടി സ്മൂത്തനിങ് ചെയ്തു എന്ന് പറഞ്ഞ് കുറച്ച് പട്ടിഷോ കാണിച്ച് നടക്കാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഹെയർ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എവിടെയെങ്കിലും പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ നിന്ന് കഴിയുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതേപോലെ നമുക്ക് ഹെയർ എങ്ങോട്ടിട്ടാലും അതൊരു സ്റ്റൈലായിട്ട് കിടന്നുള്ളൂ. നമുക്ക് അങ്ങനെ കഷ്ടപ്പെട്ട് കെട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഇത്രയുമാണ് എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയത്. നെഗറ്റീവ് ഒരുപാടുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതായത് എൻ്റെ മുടിയുടെ ക്വാളിറ്റിയെ നഷ്ടപ്പെട്ടു പോയി. നമ്മളിനി എത്ര സ്പാ കൊടുത്തെന്ന് പറഞ്ഞാലും എത്ര കെയർ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ മുടിയുടെ ഒറിജിനൽ ക്വാളിറ്റി തീർച്ചയായിട്ടും നഷ്ടപ്പെടും എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ മുടി വളർത്തിയെടുത്തതിന് ശേഷം സ്മൂത്തനിങ് ഹെയർ താഴോട്ടാക്കിയിട്ട്, അതായത് നമ്മുടെ മുടി കിളിക്കും തോറും നമ്മുടെ പുതിയ മുടി ഇവിടെ ആണല്ലോ കിളിച്ച് വരുന്നത്. പിന്നെ താഴോട്ട് കിടക്കുന്നത് നമ്മുടെ പഴയ സ്മൂത്തനിങ് ചെയ്ത സ്ട്രക്ചർ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാനത് വളർത്തിയെടുത്ത് എൻ്റെ ഒരു ലെങ്ത്തിനനുസരിച്ച് ആക്കിയതിന് ശേഷം, അതായത് എനിക്ക് പറ്റുന്ന ഒരു ലെങ്ത്ത്, അതായത് എനിക്കിപ്പോൾ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു ലെങ്ത്തിലാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ബാക്കിൽ താഴോട്ടുള്ള ഹെയർ, സ്മൂത്തനിങ് ആയിട്ട് സ്ട്രക്ചറിൽ കിടന്ന ഹെയർ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ പഴയ മുടിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ലെങ്ത്തും ഗ്രോത്തും ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഭയങ്കര സങ്കടമുള്ളൊരു സംഭവമാണ്. അപ്പം മുടി സ്മൂത്തനിങ് ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി അധികം ലെങ്തും അതേപോലെ തന്നെ വലിയ ഗ്രോത്തും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്തോളൂ, കാരണം അവർക്ക് വിഷമം വരില്ല. പക്ഷേ നല്ല ഗ്രോത്തും നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള മുടിയുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു സ്മൂത്തനിങ് പരിപാടിയിലേക്ക് പോകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ആഗ്രഹമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് സ്മൂത്തനിങ് ചെയ്ത് അങ്ങനെ ഒന്ന് ഷോ കാണിക്കാൻ നോക്കുക. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ അനുഭവം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ അനുഭവം ഞാൻ എൻ്റെ നോട്ടക്കുറവുകൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്മൂത്തനിങ് ചെയ്ത പല ആളുകളുമായിട്ട് ഇത് ഷെയർ ചെയ്തു. അപ്പം അവരെല്ലാവരും പറഞ്ഞത് സെയിം കാര്യം തന്നെയാണ്. അതായത് നല്ല ഹെയർ ലോസ് ഉണ്ടാകും, നമ്മുടെ പഴയ ഗ്രോത്തും ലെങ്തും ഒന്നും നമ്മുടെ മുടിക്ക് വരാറില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹെയർ ലോസ് നല്ല രീതിയിലുണ്ടായി. ഞാൻ ഭയങ്കര ഡിപ്രഷൻ പോലൊക്കെ ആയിപ്പോയി. കാരണം മുടി കുറഞ്ഞ് അവസാനം ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് ആയിപ്പെട്ടു. അപ്പോഴും ഞാൻ ചിന്തിച്ചു, ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് പോലും എൻ്റെ മുടിയിൽ ഇങ്ങനെ ഒരു ഹെയർ ലോസ് ഉണ്ടായിട്ടില്ല, ഞാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിങ്ങനെ ആക്കിയല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എന്തായാലും പിന്നെ ഞാൻ മുടി പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓയിലൊക്കെ മസാജ് ചെയ്ത് നമ്മുടെ സ്കാൾപ്പിൽ വരുന്ന രീതിയിൽ മസാജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ മസാജ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാരണം എന്ന് വെച്ചാൽ ഹെയർ ലോസ് മാത്രമല്ലായിരുന്നു, നമ്മുടെ സ്കാൾപ്പ് ഉണ്ടല്ലോ, സ്കാൾപ്പ് ഇങ്ങനെ ഇളകി വരുന്ന രീതിയിൽ മുടി വന്നിട്ട് ആ സ്കാൾപ്പിനകത്തുനിന്ന് ഡാൻഡ്രഫ് പോലെ ഒരു സംഭവം വന്നിട്ട് അതിൽ നിന്നാണ് ഈ മുടി പോകുന്നത്. അതായത് മുടി ഇളകിയിട്ട് അതിൽ നിന്ന് ഡാൻഡ്രഫ് പോലാണ് ഈ മുടി എൻ്റെ തലയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായത്, എന്താണ് ഇനി വേറെ ആയോ, ഇനി കെമിക്കൽ ആയതുകൊണ്ടാണോ എന്നൊക്കെയുള്ള ടെൻഷനായി. പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ ഒരു സ്ട്രക്ചറോ എൻ്റെ സ്മൂത്തനിങ്ങിൻ്റെ കാര്യമേ ഞാൻ വിട്ടു. പിന്നെ എനിക്ക് ടെൻഷൻ കയറിയിട്ട് ഞാൻ നല്ല രീതിയിൽ ഓയിൽ, നമ്മുടെ പച്ച വെളിച്ചെണ്ണ, വേറെ ഒന്നുമല്ല, പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ സ്കാൾപ്പിലൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് ഞാൻ പിന്നീട് എൻ്റെ മുടിക്ക് ഞാൻ കെയർ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം എൻ്റെ മുടി ലെങ്ത് വെച്ച് തുടങ്ങി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, ഇപ്പോഴും ഈ നിമിഷവും എൻ്റെ പഴയ ഗ്രോത്ത് ഒരിക്കലും വന്നിട്ടില്ല. ഡെലിവറിക്ക് പോലും എൻ്റെ നഷ്ടപ്പെടാത്തതായിരുന്നു എൻ്റെ മുടി എന്ന് പറയുന്നത്. ആ ഒരു ഗ്രോത്ത് നഷ്ടപ്പെട്ടത് ഈ ഒരു സ്മൂത്തനിങ് കൊണ്ടാണ്. അപ്പം ആ ഒരു ഗ്രോത്ത് ഒരിക്കലും നമുക്കിനി തിരിച്ചു വരില്ല. അപ്പോൾ ഇതേ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷമുള്ള കുറച്ച് പട്ടിഷോ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. സ്മൂത്തനിങ് ചെയ്യാൻ പോകുന്നവരോട് ഉള്ളൊരു റിക്വസ്റ്റ് ആണ്, നല്ല മുടിയാണെങ്കിൽ ദയവ് ചെയ്ത് സ്മൂത്തനിങ് ചെയ്ത് അത് കളയണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഫ്രണ്ട് പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ ഇത് സ്മൂത്തനിങ് ചെയ്യാൻ പോകുന്ന ആർക്കെങ്കിലും കുറച്ചെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിർത്തുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കൂടി പിന്നെ കാണാം. ബൈ.